പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് ആവശ്യത്തിനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഇതൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാബേജും കുറച്ച് ക്യാപ്സിക്കവും ആണ്. ഒരു ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. വെജിറ്റബിളൊന്നും ഒരുപാട് കുക്കായി പോകണ്ട, ഒന്നങ്ങ് വാടി വന്നാൽ മാത്രം മതി. വെജിറ്റബിളൊക്കെ അതുപോലെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ച് മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് പൊടിച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്കൊരു 2 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ 1 കപ്പോളം പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന വെജിറ്റബിളിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ആണ്. നമ്മൾ വൈറ്റ് സോസൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്സിന്. ഇനി ഈ മിക്സ് ഒന്നങ്ങ് ചൂടാറി വന്ന് കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കാം. ശേഷം നമുക്കിത് എഗ് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എഗ് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാക്കി നമുക്ക് അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു 5-6 എണ്ണമൊക്കെ ഇട്ട് നമുക്കിത് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.